പച്ചച്ചക്കിടിക്കാട് ചാസ് യൂണിറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹദീപം എന്ന അയൽക്കൂട്ടത്തിൻ്റെ 13 പേരടങ്ങുന്ന അയൽക്കൂട്ടത്തിൻ്റെ ഒരു സംരംഭത്തിൻ്റെ മുന്നിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവർ 10 വർഷമായിട്ട് ഈ അയൽക്കൂട്ടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യം ഇവർ പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് അയൽക്കൂട്ടങ്ങളിൽ നിന്നും ലോൺ എടുത്ത് പശുവിനെ വളർത്തുക, വിറക് കച്ചവടം നടത്തുക, തുണി കച്ചവടം നടത്തുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ വ്യക്തിപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലവേറിയ ഇന്നിൻ്റെ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഇവരിൽ നിന്നും വാടകയ്ക്കെടുക്കാൻ സാധിക്കുന്നു. ഒരു ദിവസത്തെ വാടക കൂലി മാത്രം വാങ്ങിച്ചിട്ട് ഇവർ ഈ സാധനങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് വേണ്ടിയവർക്ക് വിലയ്ക്കും അവരുണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരു നല്ല സംരംഭമായിക്കൊണ്ട് ഇന്ന് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ, ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ അവർ പുറത്തുനിന്ന് മറ്റ് തുണികളൊക്കെ എടുത്തിട്ട് അവർ കച്ചവടം നടത്തുന്ന ഇതിന് പുറമെ അതുകൂടി നടത്തുന്നുണ്ട്. വീട്ടമ്മമാരാണ് എല്ലാവരും, ജോലിക്ക് പോകുന്നവരുണ്ട്. അല്ലാതെ അവർ എക്സ്ട്രാ സമയം കണ്ടെത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. ഇനി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരെങ്ങനെ ഈ പ്രവർത്തനങ്ങളിലേക്ക് വന്നു എന്നതിനെക്കുറിച്ച്. ഞങ്ങൾ സ്നേഹദീപം സ്വയാശ്രയ സംഘത്തിൽ അംഗങ്ങൾ 10 പേരാണ് ഞങ്ങളുള്ളത്. ഞങ്ങളിവിടെ കല്യാണം കഴിച്ച് വന്ന് ആദ്യം അമ്മമാർ അയൽക്കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അമ്മമാരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കും വേണം ഒരു അയൽക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ 10 പേര് ചേർന്ന് ആദ്യം ഒരു അയൽക്കൂട്ടം സ്ഥാപിച്ചത്. റാകൾ നമ്മൾ തുണി മേടിച്ച് ചെറിയ ബോകളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് അത് റായ ഉണ്ടാക്കുക ആദ്യം ചെയ്തത്. അതിൽ നിന്ന് നമുക്കൊരു ചെറിയ രീതിയിലെ വരുമാനം ഉണ്ടായപ്പോഴും അതിൽ ജുവലറി ഐറ്റംസ്, മാലകൾ, വളകൾ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം ഉണ്ടാക്കിയാണ് വിറ്റത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ബൾക്കായിട്ട് സാധനങ്ങളെടുത്ത് വിൽക്കാൻ തുടങ്ങി. ഓൺലൈനിൽ നമ്മൾ കൂടുതലും നമുക്ക് വിറ്റ് പോകുന്നത് ഓൺലൈനിലാണ്. അതിനുശേഷം നമ്മൾ മാമോദിസ, കുർബാനയ്ക്കുള്ളപ്പാട്, അതുപോലെ തന്നെ കല്യാണം, ഇതിന് വേണ്ട കൊട്ടകൾ, മറ്റേ മന്ത്രകോടി ബോക്സ്, മന്ത്രകോടി റിങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാടകയ്ക്കും അത്യാവശ്യമുള്ളവർക്ക് സ്വന്തമായിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പം കുർബാനയ്ക്കുള്ളപ്പാട് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ക്രൗണുണ്ട്, അതുപോലെ തന്നെ ക്യാൻഡിലുണ്ട്, കൊന്ത ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ വെന്തിങ്ങ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മാല, കമ്മൽ, അതെല്ലാം നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെൽക്കം ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ, അതായത് പണ്ട് നമ്മൾ നിലവിളക്ക് കത്തിച്ച് കയറുന്നെങ്കിൽ ഇപ്പോൾ അത് കൂടുതലും തിരി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താണ് നമ്മളിപ്പം അത് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾക്ക് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് പോയി മേടിക്കാൻ പറ്റാത്തവർ നമ്മുടെ ഈ പ്രദേശത്തുള്ള മിക്കവരും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ഐറ്റംസ്, നമുക്ക് ചുരിദാറുകൾ അല്ലെങ്കിൽ അങ്ങനെ ലേഡീസിന് വേണ്ടതും ജെൻസിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ മിക്ക ആൾക്കാരും നമ്മുടെ കയ്യിൽ നിന്നാണ്, കടകളിൽ പോകുന്നതിലുപരി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്. അമീസ് വേൾഡ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് വരുമാനം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സാധനം വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു സംരംഭം കൊണ്ട് നിങ്ങൾ 13 പേര് സന്തുഷ്ടരാണ്. കുടുംബത്തിൽ നിങ്ങൾക്ക് അതിനുള്ള വരുമാനം വന്നിട്ടുണ്ട്. നല്ലൊരു ഭാവി നിങ്ങൾക്ക് നേർന്നു. താങ്ക് യു.